കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയം കർത്താവിൻ്റെ തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. നാം ഒന്ന് വായിച്ചു കേട്ട തിരുവചന വേദഭാഗത്തു നിന്നും മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 31 32 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 12-ാം അധ്യായം 31 32 വാക്യങ്ങൾ തമിഴിലൊന്ന് വായിക്കാമോ? ஆதலால் நான் உங்களுக்கு சொல்லுகிறேன், எந்த பாவமும் எந்த தூஷணமும் மனுஷருக்கு மன்னிக்கப்படும், ஆவியானவருக்கு விரோதமான தூஷணமோ மனுஷருக்கு மன்னிக்கப்படுவதில்லை. எவனாகிலும் மனுஷகுமாரனுக்கு விரோதமான வார்த்தை சொன்னால் அது அவனுக்கு மன்னிக்கப்படும். எவனாகிலும் பரிசுத்த ஆவிக்கு விரோதமாக பேசினால் அது இம்மையிலும் மறுமையிலும் அவனுக்கு மன்னிக்கப்படுவதில்லை. ആമേൻ. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി നിൽക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. കർത്താവ് ഇവിടെ ഒരു ഊമനും കുരുടനുമായ ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയപ്പോൾ ചിലർ ആ സൗഖ്യത്തെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു. യേശു സൗഖ്യമാക്കിയത് അത് പിശാചിനാലാണ്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് എന്ന് ദൂഷണങ്ങൾ പറഞ്ഞു, അപവാദങ്ങൾ പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലോ? ആമേൻ, ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രത്തോടെ സ്തുതിയോടുകൂടെ ദൈവവചനം കേൾക്കണം. ഈ അപവാദങ്ങൾ പറഞ്ഞപ്പോൾ അതിനോട് കർത്താവ് പ്രതികരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. കർത്താവ് പറയുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല. യേശു തൻ്റെ കൂടെ ശിഷ്യന്മാർ നടക്കുമ്പോൾ പലരും വന്ന് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഭൗതികമായി അല്ലെങ്കിൽ ജഡീകമായി ആണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാലാണ് സംഭവിക്കുന്നത്. കർത്താവ് പറയുകയാണ്, താൻ സൗഖ്യമാക്കിയത് പിശാചിനാലാണ്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, അത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വീണ്ടും തുടർന്ന് പറയുകയാണ്, ഇത് ക്ഷമിക്കില്ല. പരിശുദ്ധാത്മാവിനെതിരെ സംസാരിച്ചാൽ അതെന്ത് ചെയ്യില്ല? ക്ഷമിക്കില്ല. ഏത് പാപവും ഏത് ദൂഷണവും ക്ഷമിക്കും, പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ക്ഷമിക്കയില്ല. ഹല്ലേലൂയ. ആരാണ് ഈ പരിശുദ്ധാത്മാവ്? ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഓക്കെ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, സത്യത്തിൻ്റെ ആത്മാവ്. എന്താണ്? കർത്താവ് പറയുന്നു, ഞാൻ പോയിട്ട് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്തിന്? എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ ദൈവത്തിനുള്ളവനല്ല. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനിൽ ഒരു മനുഷ്യാത്മാവിനെ വെച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ശരീരം, അവൻ്റെ ദേഹി, അവൻ്റെ ആത്മാവ്, അങ്ങനെ 3 ഘട്ടങ്ങളിലാണ് ഒരു പൂർണ്ണ മനുഷ്യൻ ഈ ഭൂമിയിലുള്ളത്. എന്നാൽ മനുഷ്യൻ്റെ ആത്മാവിനെ കുറിച്ചല്ല കർത്താവ് പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം തരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് തരും. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ അറിയണം. കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. തൻ്റെ മക്കൾക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. ആ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? എന്നേക്കും നിങ്ങളോട് കൂടെയിരിക്കും. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? എന്നേക്കും നിങ്ങളോട് കൂടെയിരിക്കും. ഹല്ലേലൂയ. നിങ്ങളിൽ എത്ര പേർക്ക് ആ പരിശുദ്ധാത്മാവ് ഉണ്ട്? ഉണ്ട് അല്ലേ?
ശരി, ആ പരിശുദ്ധാത്മാവിൻ്റെ ഡ്യൂട്ടി അത് ഇതേ അധ്യായം യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 26 വാക്യത്തിൽ നമുക്ക് കാണാം. യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 26 വാക്യം. ആ പരിശുദ്ധാത്മാവിൻ്റെ ഡ്യൂട്ടി എന്താണ് എങ്കിലും, പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഡ്യൂട്ടി. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഡ്യൂട്ടി? കർത്താവ് നമുക്ക് പഠിപ്പിച്ച കാര്യങ്ങളെ നമുക്ക് വീണ്ടും പഠിപ്പിച്ചു തരും. കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരും. എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകളെ, തിരുവചനങ്ങളെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തരും. നാം എന്നീ തിരുവചനങ്ങൾ ധ്യാനിക്കുമ്പോൾ അത് നമ്മെ പരിശുദ്ധാത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. കാരണം കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ നാം പഠിക്കണം. കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ നാം ഓർക്കണം. ഹല്ലേലൂയ. അത് നമ്മുടെ ഉള്ളിൽ നാം നിറയ്ക്കണം. യേശുവിൻ്റെ വചനങ്ങളെ കൊണ്ട് നമ്മുടെ ഉള്ളത്തെ നാം നിറച്ചാൽ നമുക്ക് പല സിറ്റുവേഷനിലും ദൈവത്താൽ ഒരു ജയമെടുക്കുവാൻ, ദൈവത്താൽ ഒരു നന്മ പ്രാപിക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, അന്ന് കർത്താവ് ശരീരത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു 2000 വർഷങ്ങൾക്ക് മുമ്പ്. കർത്താവ് പറയുന്നു, കാണാൻ കഴിയാത്ത, തൊടുവാൻ കഴിയാത്ത ആ പരിശുദ്ധാത്മാവ് എന്നേക്കും നിങ്ങളോടുകൂടി ഇരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് തരും. ഇന്ന് ഇത് പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ്. സഭയിൽ കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകരുന്നൊരു കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ ഏറ്റെടുക്കുന്ന മക്കൾക്ക് കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ തരുന്നുണ്ട്. ഹല്ലേലൂയ. യേശു പറഞ്ഞ വചനങ്ങൾ അവരുടെ ഓർമ്മയിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ ദൈവത്തിൻ്റെ വചനം വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് ഓർമ്മപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ഓർമ്മയും ഇല്ലാതിരിക്കെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കൂടുതൽ പ്രവർത്തിപ്പാൻ നാം തന്നെ നമ്മെ തന്നെ ഒരുക്കണം. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ പലതും ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ സമയങ്ങൾ ചിലവഴിക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു നല്ല ബന്ധം നമുക്കുണ്ടാകും. ഹല്ലേലൂയ. വചനം പോലും കേൾക്കുവാൻ മനസ്സില്ലാത്തവരെ പരിശുദ്ധാത്മാവ് നടത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മെ നടത്തണമെങ്കിൽ വചനത്തോട് ശ്രദ്ധ വേണം, വചനത്തിന് കീഴ്പ്പെടണം, വചനത്തെ ബഹുമാനിക്കണം. അങ്ങനെയുള്ളവരെ പരിശുദ്ധാത്മാവ് നടത്തും. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാവരെയും നടത്തുന്നില്ല, ലോകത്തെ പരിശുദ്ധാത്മാവ് നടത്തുന്നില്ല. വചനത്തിന് കീഴ്പ്പെടുന്ന, വചനത്തെ ഏറ്റെടുക്കുന്ന ദൈവജനത്തെ പരിശുദ്ധാത്മാവ് നടത്തുന്നു. ഇന്ന് നമ്മൾ ഈ തിരുവചനങ്ങൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ തക്കവണ്ണം നാം ഒരുങ്ങണം. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് തോന്നിയാൽ ആ പരിശുദ്ധാത്മാവിനെ കൂടുതൽ ബഹുമാനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാൻ തക്കവണ്ണം നാം ഒരുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. അപ്പോൾ ദൈവജനത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് വേണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ദൈവത്തിൻ്റെതായി മാറുന്നുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവജനം ആഗ്രഹിക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ പ്രാപിക്കുവാൻ, ആ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുവാൻ ദൈവജനം ആഗ്രഹിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനായി ആഗ്രഹിച്ച് അതിനെ ബഹുമാനിച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ അശുദ്ധാത്മാക്കൾ അവരോട് അടുക്കില്ല, ദുരാത്മാക്കൾ അവരുടെ മേൽ കുടികൊള്ളില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അത് വെളിച്ചമാണ്. വെളിച്ചമുള്ളിടത്ത് ഇരുട്ടുണ്ടാകില്ല. വെളിച്ചമുള്ളിടത്ത്, അടുത്തുള്ളവർ കൈയെടുത്ത് പറഞ്ഞേ, വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ടാകില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അശുദ്ധാത്മാവ് വരില്ല. എന്നാൽ ചില ആളുകൾക്ക് പരിശുദ്ധാത്മാവ് സ്ഥിരം അവരുടെ കൂടെ ഇരിക്കും. ചില ആളുകൾക്ക് ദൈവാലയത്തിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ മാത്രമേ അവരുടെ അടുത്ത് പരിശുദ്ധാത്മാവ് വരികയുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് സ്ഥിരം കൂടെ ഇരിക്കുന്നുണ്ടോ? അല്ല വല്ലപ്പോഴും മാത്രം പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്ക് വന്നിട്ട് പോവുകയാണോ? സ്ഥിരം പരിശുദ്ധാത്മാവ് കൂടെയുള്ളവരുടെ അടയാളം എന്ന് പറഞ്ഞാൽ
അവർക്ക് അടിക്കടി പരിശുദ്ധാത്മാവിനെ കുറിച്ചും വചനത്തെക്കുറിച്ചും മിനിമം ഓർമ്മയെങ്കിലും ഉണ്ടാകും. ഇതാണ് സൈൻ. മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവോ അതിനെക്കുറിച്ച് ഒരു ഓർമ്മയുണ്ടാവില്ല. ആലയത്തിൽ ആരാധിക്കാൻ വരുമ്പോൾ മാത്രം ഇതിനെക്കുറിച്ച് കേൾക്കും, സ്തോത്രം പറയും, ഹല്ലേലൂയ പറയും, സ്തുതിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ ആദ്യം ആ വാസസ്ഥലം, ആ ആലയം, നമ്മുടെ ശരീരമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയം, അതിനെക്കുറിച്ച് ബോധമുള്ളതായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ആ ബോധം വരട്ടെ. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയം, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്ന് ഒരു ഓർമ്മ വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായിരിക്കാണ്ടക്കവണ്ണം ഒരു ഒരുക്കം നമ്മുടെ ഉള്ളത്തിൽ വരട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി ശോഭിക്കാം. ഹല്ലേലൂയ. കർത്താവ് അത് ആഗ്രഹിക്കുന്നു. ആദിയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ വളരെ അധികാരമുള്ള, വളരെ ദൈവകൃപ നിറഞ്ഞ, ദൈവ തേജസ് നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു. എന്നാൽ പിശാചിൻ്റെ തന്ത്രത്തിൽ അവൻ വീണുപോയി, പാപത്തിൽ അവൻ വീണുപോയി, ദൈവ തേജസ്സിൽ നിന്നും ദൈവ കൃപയിൽ നിന്നും അവൻ വീണുപോയി. ആ വീണുപോയ മനുഷ്യനെ വീണ്ടും അതേ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ കർത്താവ് യാഗമായി മാറി. മാത്രമല്ല തുടർന്നും ആ മഹത്വത്തിലേക്ക് നമ്മെ തിരികെ കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവിനെയും ദൈവം നമുക്ക് തന്നു. ഹല്ലേലൂയ. കാൽവരി ക്രൂശിലുള്ള കർത്താവിൻ്റെ യാഗം നമ്മുടെ പാപത്തിന് പരിഹാരമാണ്, നമ്മുടെ രോഗത്തിന് വിടുതലാണ്, നമ്മുടെ പലവിധമായ പ്രശ്നങ്ങൾക്ക് ആ കാൽവരി ക്രൂശിലെ യാഗം ഒരു സൊല്യൂഷനാണ്, ഒരു പരിഹാരമാണ്. പൈശാചികമായ പല പോരാട്ടങ്ങൾക്കും അതൊരു സൊല്യൂഷനാണ്. ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും ആ കാൽവരി ക്രൂശിലെ യാഗം ഒരു സൊല്യൂഷനാണ്. എന്നാൽ ആ സൊല്യൂഷൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ തുടർന്ന് പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടുമെങ്കിൽ നാം ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് വളർന്നു വരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് നാം വളർന്നു വരണം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറണം. ഹല്ലേലൂയ. നമുക്ക് പറയാം, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയം, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയം. ആമേൻ. ഹല്ലേലൂയ. നമ്മെ നമുക്ക് വിട്ടുകൊടുക്കാം. നാം നമുക്കുള്ളവരല്ല, നാം കർത്താവിനുള്ളവരാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് തൻ്റെ ജീവൻ തന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. നാം നമുക്കുള്ളവരല്ല, നാം കർത്താവിനുള്ളവരാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ കൈയെടുത്ത് പറഞ്ഞേ, നാം നമുക്കുള്ളവരല്ല, നാം ദൈവത്തിനുള്ളവരാണ്. ഒന്ന് രണ്ട് പേരുടെ കൈയെടുത്ത് പറഞ്ഞേ, നാം നമുക്കുള്ളവരല്ല, നാം ദൈവത്തിനുള്ളവരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം നമുക്കുള്ളവരല്ല, നാം ദൈവത്തിനുള്ളവരാണ്. നാം ദൈവത്തിനുള്ളവരായി മാറുമ്പോൾ പൈശാചിക ശക്തികൾക്കും നമ്മുടെ മേൽ അധികാരം ഉണ്ടാകില്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വലിയൊരു ഗിഫ്റ്റാണ്, വലിയൊരു ദാനമാണ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ ഉള്ളം കൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്യണം, സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ ഓണർ ചെയ്യണം, ബഹുമാനിക്കണം, ആദരിക്കണം. ദിനംതോറും പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ഓണറിങ് പരിശുദ്ധാത്മാവിന് കൊടുക്കണം. ഹല്ലേലൂയ. ദൈവവും ദൈവത്തിൻ്റെ കാര്യങ്ങളും ഓണർ ചെയ്താൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ആദരിച്ചെങ്കിൽ മാത്രമേ അത് തങ്ങുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് കുറച്ചു കാലം കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു എങ്കിൽ അതിനെ നിലനിർത്തേണ്ടുന്ന, പരിപാലിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകില്ലേ? പോകും. 51-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. അതിനടുത്തെ 51-ാം സങ്കീർത്തനം. ദാവീദ് ഒരിക്കൽ പാപം ചെയ്തു. ദൈവം തൻ്റെ പ്രവാചകനെ അയച്ച് പാപത്തെക്കുറിച്ച് ഉണർത്തിക്കൊടുത്തു. ദാവീദ് മാനസാന്തരപ്പെട്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് 51-ാം സങ്കീർത്തനം മുഴുവനും. അവിടെ തനിക്കും ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമുണ്ട് ദാവീദിന്.
പഴയ നിയമ കാലഘട്ടത്തിൽ എല്ലാവരുടെ മേലും ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്നിരുന്നില്ല. പക്ഷെ ചിലരുടെ മേൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്നു. അതിലൊരാളാണ് ദാവീദ്. ദാവീദ് പാപം ചെയ്തപ്പോൾ അപ്പോഴും തനിക്കറിയാം പരിശുദ്ധാത്മാവ് വേദനിക്കുകയാണ്, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ് എന്ന് ദാവീദിനറിയാം. തൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവ് ഹാപ്പി അല്ല, പരിശുദ്ധാത്മാവ് സന്തോഷത്തിലല്ല. പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവൃത്തി നിമിത്തം ദുഃഖിച്ചിരിക്കുകയാണ്, വേദനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദാവീദിനൊരു കാര്യം അറിയാം, പരിശുദ്ധാത്മാവ് എടുക്കപ്പെട്ടേക്കാം. നമ്മിൽ നിന്ന് പരിശുദ്ധാത്മാവ് എടുക്കപ്പെടുവാൻ പാടില്ല. പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. ഒരു ദൈവ സാന്നിധ്യത്തെ ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നു തന്നിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തരുത്. നാം നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വരും. എന്നാൽ അതിനെ പരിപാലിക്കുവാൻ ദൈവ മക്കൾക്ക് കഴിയണം. അതിനെ കെടുത്തരുത്, അതിനെ നശിപ്പിക്കരുത്. ഹല്ലേലൂയ. തുടർന്ന് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ അവിടെ ഒരു വചനം നമുക്ക് ഇങ്ങനെ കാണാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. സിമ്പിൾ, ഒരു ചെറിയൊരു വചനമാണ്. അവിടെ എന്താണ് പറയുന്നത്? ആത്മാവിനെ കെടുക്കരുത്, കെടുക്കരുത്, ആത്മാവിനെ കെടുക്കരുത്, ആവിயை അവിത്ത് പോടാതിരുങ്കൾ. എന്താണ്? ആവിயை അവിത്ത് പോടാതിരുങ്കൾ, ആത്മാവിനെ കെടുക്കരുത്. അപ്പോൾ നമ്മുടെ ഇത് ആരോടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്? ദൈവസഭയോടാണ്, ദൈവ മക്കളോടാണ്. അവരോട് സ്പെഷ്യലായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്, ആത്മാവിനെ കെടുക്കരുത്, നശിപ്പിക്കരുത്. നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്, നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ഒരു വെളിച്ചം, അതിനെ നശിപ്പിക്കരുത്. ഹല്ലേലൂയ. അത് നശിക്കുവാൻ സാഹചര്യങ്ങളുണ്ട്. പഴയ കാലത്ത് ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ടു. മോശയെ ദൈവം വിളിച്ച് വേർതിരിച്ചു. മോശ മുഖാന്തരം ജനം യാത്ര ചെയ്യുകയാണ്. ഫറവോൻ്റെ അടിമത്വത്തിൽ നിന്നും അവരെ ദൈവം വീണ്ടെടുത്ത് അവരെ ദൈവം കനാൻ ദേശത്തിലേക്ക് യാത്ര ചെയ്തു കൊണ്ടുപോവുകയാണ്. 40 ദിവസം കൊണ്ട് അവർക്ക് കനാൻ ദേശത്തിൽ എത്തിച്ചേരാം. പക്ഷേ 40 വർഷം അവർ മരുഭൂമിയിൽ ഉഴലുന്നു. അതിനു കാരണം അവരുടെ അനുസരണക്കേടും ഹൃദയകാഠിന്യവുമാണ്. എന്നാൽ അവർ പലപ്പോഴും ദൈവത്തോട് മുറുമുറുത്തു, അവർ ദൈവത്തോട് പിറുപിറുത്തു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചു. ആ ഒരു വാക്യം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. എന്നാൽ അവർ മത്സരിച്ചു, അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. എങ്ങനെ? ഇസ്രായേൽ മക്കൾക്ക് ആര് ശത്രുവായി തീർന്നു? ആര് ശത്രുവായി തീർന്നു? ദൈവം ശത്രുവായി തീർന്നു. എന്താണ് കാര്യം? പരിശുദ്ധാത്മാവിനെ അവർ ദുഃഖിപ്പിച്ചു. എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. പരിശുദ്ധാത്മാവിനെ അവർ എങ്ങനെ ദുഃഖിപ്പിച്ചു? അവരെ നടത്തുന്ന ദൈവം തിരഞ്ഞെടുത്ത അഭിഷിക്തനായ മോശയ്ക്കെതിരെ അവർ മുറുമുറുക്കുമ്പോൾ, പിറുപിറുക്കുമ്പോൾ, മോശയിലൂടെ പറയുന്ന വചനങ്ങളെ അവർ നിസ്സാരപ്പെടുത്തി ചവിട്ടിത്തേക്കുമ്പോൾ സംഭവിച്ചതെന്താണ്? പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോൾ പിശാചല്ല നിങ്ങളുടെ ശത്രുവായി മാറുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോൾ ദൈവം തന്നെ നിങ്ങളുടെ ശത്രുവായി മാറും. ചിലർ വിചാരിക്കും പ്രശ്നം വരുന്നത് എല്ലാം പിശാചിനാൽ മാത്രമാണെന്ന്. അല്ല, പിശാചിന് ഇടം കൊടുക്കുമ്പോൾ പിശാചിനാൽ പ്രശ്നം വരും. അതുകൊണ്ടാണ് വചനം പറയുന്നത് പിശാചിന് ഇടം കൊടുക്കരുത്. എന്ന് നാം വായിച്ചു കേട്ട വചനത്തിൽ എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിച്ചു കേട്ടു, പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുത്താലേ പിശാചിൻ്റെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവിന് ഇടം കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ, ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിച്ചാൽ, ഇവിടെ വചനം പറയുന്നു ഇതിലേക്ക്. ഓക്കെ, വേറെ ആ വചനം തൊട്ട് മുമ്പുള്ള വചനം എടുത്തേ. എഫേസ്യർ 4:27 പിശാചിന് ഇടം കൊടുക്കരുത്. ഗുഡ്. തിരിച്ചു വന്നേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്ന യെശയ്യാ 63-ന്റെ 10. അവിടെ പറയുന്നു, എന്നാൽ അവർ മത്സരിച്ചു,
അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. അവൻ ആരാണ്? ദൈവം. ദൈവം ശത്രുവായി തീർന്നാൽ നിങ്ങൾ ആരോട് യുദ്ധം ചെയ്യും? ആരോട് യുദ്ധം ചെയ്യും? പിശാച് നമുക്ക് ശത്രുവായി തീർന്നാൽ പിശാചിനോട് യുദ്ധം ചെയ്ത് ജയിക്കുവാൻ ദൈവം നമുക്ക് ധാരാളം സർവായുധ വർഗങ്ങളും ദൈവശക്തിയും ഒക്കെ തരുന്നുണ്ട്. എന്നാൽ ഈ ദൈവം തന്നെ ശത്രുവായി തീർന്നാലോ? ചാപ്റ്റർ ക്ലോസ്, പിന്നെ സൊല്യൂഷനേ ഇല്ല. അതുകൊണ്ട് ദൈവത്തിനെ ശത്രുവാക്കി തീർക്കരുത്. ദൈവത്തെ ശത്രുവാക്കി തീർക്കുന്ന വിശ്വാസികൾ ഉണ്ട്. ദൈവത്തെയും ദൈവത്തിൻ്റെ കാര്യങ്ങളെയും ദൈവത്തിൻ്റെ വചനത്തെയും നിസ്സാരപ്പെടുത്തുമ്പോൾ, അതിന് വാല്യൂ കൊടുക്കാതിരിക്കുമ്പോൾ, അതിനെ ഓണർ ചെയ്യാതിരിക്കുമ്പോൾ, ദൈവിക കാര്യങ്ങളെ ആദരിക്കാതിരിക്കുമ്പോൾ ദൈവം തന്നെ ശത്രുവായി തീരുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ദൈവം ശത്രുവായ ദൈവം കേട്ടിട്ടുണ്ടോ? ഇന്ന് ധാരാളം വിശ്വാസികൾക്ക് ദൈവം തന്നെ ശത്രുവാണ്. അതാണ് ആദ്യം അറിയേണ്ടത്. അവരെത്ര പ്രാർത്ഥിച്ചാലും രക്ഷപ്പെടില്ല, എത്ര ഉപവസിച്ചാലും രക്ഷപ്പെടില്ല. ആദ്യം പരിശുദ്ധാത്മാവിനെ ഓണർ ചെയ്യുവാൻ, പരിശുദ്ധാത്മാവിനെ ആദരിക്കുവാൻ, ദൈവവചനത്തെ ആദരിക്കുവാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ എന്നാൽ അവർ മത്സരിച്ചു. എന്താണ് അവരുടെ മത്സരം? മോശ ഒന്ന് പറയും, അതുപോലെ അവർ ചെയ്യില്ല, മാറ്റി ചെയ്യും. ഇതാണ് മത്സരം. മോശ ദൈവത്തിൻ്റെ വചനത്തെ അവരോട് പറയുമ്പോൾ അത് അതേപടി അവർ ഏറ്റെടുക്കില്ല. അവർ എന്ത് ചെയ്യും? മാറ്റി ചെയ്യും. ഇതാണ് അനുസരണക്കേട്. ഒരിടങ്ങഴി മന്ന പെറുക്കുവാൻ പറയും, അവർ ആർത്തി പിടിച്ചിട്ട് കൂടുതൽ പെറുക്കി വെക്കും. ഇങ്ങനെയുള്ള അനുസരണക്കേടുകൾ നിസ്സാരമാണ്. എന്താണ് ദൈവം എന്ത് പറയുന്നു? ഒരിടങ്ങഴി പെറുക്കണം, അല്ലെങ്കിൽ ഇത്ര അളവിന് എടുക്കണം. അത് കേൾക്കാതെ അതിനെ ഡിസോണർ ചെയ്തിട്ട് അതിനെ ആദരിക്കാതെ അവർ അവരുടെ ബുദ്ധിയിൽ അവർക്ക് തോന്നുന്നത് പോലെ ചെയ്തപ്പോൾ അതൊരു മത്സരമായി മാറി. ഹല്ലേലൂയ. ദൈവവചനത്തെ ഡിസോണർ ചെയ്യരുത്, ദൈവവചനത്തെ ബഹുമാനിക്കാതിരിക്കരുത്, ദൈവവചനത്തെ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ പരിശുദ്ധാത്മാവ് സന്തോഷിക്കും. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു, അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. ആര്? ഇസ്രായേൽ മക്കൾ. എപ്പോ? അനുസരിക്കാതിരുന്നപ്പോൾ. എപ്പോൾ? വചനത്തെ മാനിക്കാതിരുന്നപ്പോൾ. എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ. അപ്പോൾ ദൈവജനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, പരിശുദ്ധാത്മാവ് ദുഃഖിക്കാൻ പാടില്ല. ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണ് ദൈവമക്കൾ ശ്രമിക്കേണ്ടത്. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ലൈഫിൽ നാം ദൈവത്തെ സന്തോഷിപ്പിക്കണം. ആ രഹസ്യം നമ്മൾ അറിയണം. ദൈവത്തെ എങ്ങനെ സന്തോഷിപ്പിക്കാം? ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ത്യാഗത്തോടെ നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നുവെങ്കിൽ ഇത് ദൈവത്തിന് കൊടുക്കുന്ന ഒരു ഓണറിങ് ആണ്, ഇത് ദൈവത്തിന് കൊടുക്കുന്ന ഒരു ബഹുമാനമാണ്. ദൈവം ഇതിൽ സന്തോഷിക്കോ? സന്തോഷിക്കില്ലേ? സന്തോഷിക്കും. എന്നാൽ അങ്ങനെ ഒരു ഓണറിങ് കൊടുത്തിട്ട് ഇവിടെ വന്നിരുന്ന് ഉറങ്ങിയാലോ? ഞാൻ വചനം പ്രസംഗിക്കും, അപ്പോൾ തന്നെ മൈൻഡിൽ സെറ്റ് ചെയ്യും, ഇതാണ് എനിക്ക് ഉറങ്ങേണ്ടുന്ന സമയം, ചാരി ഇരുന്നങ്ങ് ഉറങ്ങും. അങ്ങനെ ഉറങ്ങിയാലോ? അത് ദൈവത്തെ ഡിസോണർ ചെയ്യുകയാണ്. അടുത്തിരിക്കുന്നവർ കൈയെടുത്തൊരു പ്രൈസ്തലോട് പറഞ്ഞേ, ഉറങ്ങുന്നവരെല്ലാം ഉണരട്ടെ. ഉറങ്ങുന്നത് തോന്നിയ കയ്യെ നല്ലവണ്ണം കുലുക്കിക്കൊള്ളണം, ആ ഉറക്കമൊക്കെ പോകാനായിട്ട്. ശരി. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതിരുന്നാലോ? പരിശുദ്ധാത്മാവിനെ ഡിസോണർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. നാം നിസ്സാരപ്പെടുത്തരുത് ദൈവവചനത്തെ, ആരാധനയെ, കൂട്ടായ്മയെ, ദൈവിക കാര്യങ്ങളെ നിസ്സാരപ്പെടുത്തരുത്. അതിനെ റെസ്പെക്റ്റ് ചെയ്യണം, ഓണർ ചെയ്യണം, ആദരിക്കണം, ബഹുമാനിക്കണം. നാം ബഹുമാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സന്തോഷിക്കും. ഡിസോണർ ചെയ്യുമ്പോൾ, ആദരിക്കാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. ഇസ്രായേൽ മക്കൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. എന്ത് സംഭവിച്ചു? 40 ദിവസം കൊണ്ട് പോകേണ്ട യാത്ര 40 വർഷം കൊണ്ടാണ് പോയി തീർന്നത്.
പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ സ്ലോ ആകും, അനുഗ്രഹങ്ങൾ കുറയും, നന്മകൾ കുറയും, ദൈവം തരുന്ന പ്രൊട്ടക്ഷൻ കുറയും, ദൈവം തരുന്ന കൃപ കുറയും, ദൈവ സാന്നിധ്യം കുറയും, ആ ബ്ലെസ്സിങ്സിൻ്റെ ഒഴുക്ക് കുറയും. ദൈവത്തെ ഓണർ ചെയ്യുമ്പോൾ, വചനത്തെ ബഹുമാനിക്കുമ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബ്ലെസ്സിങ്സിൻ്റെ ഒഴുക്ക് വർദ്ധിക്കും, ദൈവ സാന്നിധ്യം വർദ്ധിക്കും, കൃപ പെരുകും. അവർ അസാധാരണമായ നിലകളിലേക്ക്, നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളിലേക്കല്ല, സൂപ്പർ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ദൈവം അവരെ നടത്തിക്കൊണ്ടേ പോകും. ഹല്ലേലൂയ. ദൈവജനത്തിന് എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ഭുതങ്ങൾ, ദൈവിക പ്രവർത്തനങ്ങൾ വല്ലപ്പോഴും കിട്ടുന്നതായിരിക്കരുത്. വല്ലപ്പോഴും പോരാ, ഡെയിലി മിറക്കിൾസ് നടക്കണം, ഡെയിലി അത്ഭുതങ്ങൾ നടക്കണം. നടക്കുമോ? നടക്കില്ലേ? പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഡെയിലി മിറക്കിൾസ് ദൈവ മക്കൾക്ക് നടക്കും. ദിനംതോറും മിറക്കിൾസ് നടക്കും. അങ്ങനെ വിശ്വസിക്കണം. പരിശുദ്ധാത്മാവിനെ ആദരിക്കുമെങ്കിൽ, പരിശുദ്ധാത്മാവിനെ റെസ്പെക്റ്റ് ചെയ്യുമെങ്കിൽ, ദൈവവചനത്തെ ബഹുമാനിക്കുമെങ്കിൽ ദിനംതോറും കർത്താവ് ദൈവികമായ ഇടപെടലുകൾ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്നവരാണോ ദുഃഖിപ്പിക്കുന്നവരാണോ നാം പരിശോധിക്കണം. ദുഃഖിപ്പിക്കുന്നവരാണെങ്കിൽ ഉള്ള നന്മകളും കുറേശ്ശെ കുറേശ്ശെ കുറഞ്ഞു പോകും. സന്തോഷിപ്പിക്കുന്നവരാണെങ്കിൽ വർദ്ധിച്ച് പെരുകും, നിറഞ്ഞു കവിയും. ഹല്ലേലൂയ. ദുഃഖിപ്പിക്കുന്നവരാണോ സന്തോഷിപ്പിക്കുന്നവരാണോ? അടുത്തിരിക്കുന്ന എടുത്ത് പറഞ്ഞ്, പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കണം. ആമേൻ. ഹല്ലേലൂയ. ദുഃഖിപ്പിക്കരുത്. നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു. അതിന് ചില അടയാളങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. പക്ഷെ ഓണർ ചെയ്യണം, ബഹുമാനിക്കണം. ദൈവസന്നിധിയെ ബഹുമാനിക്കണം, ദൈവവചനത്തെ ബഹുമാനിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളെ ബഹുമാനിക്കണം, ദൈവത്തിൻ്റെ അഭിഷിക്തരിലൂടെ കിട്ടുന്ന ഉപദേശങ്ങളെ ബഹുമാനിക്കണം. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകളായി മാറും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ അത് ദൈവത്തെ തന്നെ ശത്രുവാക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ആദരിച്ചാൽ ഏത് ശത്രു ഉണ്ടെങ്കിലും ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, കർത്താവ് നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ. ചില ആളുകൾക്ക് ശത്രു പിശാചല്ല, ദൈവമാണ്. അതുകൊണ്ട് തന്നെ എത്ര കൈയും കാലും അടിച്ചാലും രക്ഷപ്പെടില്ല. ദൈവത്തെ ശത്രുവാക്കി മാറ്റിയെങ്കിൽ ദൈവത്തെ ഓണർ ചെയ്ത് തുടങ്ങുക, ദൈവത്തെ ബഹുമാനിച്ചു തുടങ്ങുക, ആ ശത്രുത മാറും. അവിടെ ആ നീരസം മാറും. ദൈവത്തിൻ്റെ പ്രസാദമുണ്ടാകും. പ്രസാദമുണ്ടായാൽ ലൈഫ് സ്മൂത്ത് ആകും. ഹല്ലേലൂയ. പ്രതികൂലങ്ങളെ കർത്താവ് എടുത്തു മാറ്റും. ദൈവത്തെ ശത്രുവാക്കരുത്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചാൽ ദൈവം തന്നെയാണ് നിങ്ങളുടെ ശത്രു. പിശാചിനിടം കൊടുക്കരുത്. ഹല്ലേലൂയ. നോക്കുക, പിശാചിനിടം കൊടുത്താൽ പിശാച് വരും. നോർമലി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പിശാചും വരും. ഞാൻ ഒരിക്കലും ഒരു പിശാചിനെ ഓടിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ ഇങ്ങോട്ട് കയറിയെന്ന് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? എവിടെ നിന്ന് വന്നു, എങ്ങനെ കയറിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇന്ന വഴിയിലൂടെ അവിടെ കൂടെ നടന്നു പോയപ്പോൾ ഞാൻ അങ്ങ് കയറി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവത്തെ ആരാധിക്കുന്ന ആളാണ്, ദൈവത്തെ സ്തുതിക്കുന്ന ആളാണ്, ഇത്രയ്ക്ക് നിസ്സാരമായിട്ട് അകത്ത് കയറാൻ പറ്റിയല്ലോ എന്ന് വിചാരിച്ചു. അതിന് റീസൺ എന്താണെന്നറിയാമോ? അവിടെ കയറാൻ പറ്റും. കാരണം പിശാചിന് ഇടം കൊടുക്കുന്ന ആളാണ്. പിശാചിന് ഇടം കൊടുക്കുന്ന ആളാണെങ്കിൽ, വചനത്തെ റെസ്പെക്റ്റ് ചെയ്യാത്ത ആളാണെങ്കിൽ, വായ് കൺട്രോൾ ഇല്ലാത്ത ആളാണെങ്കിൽ, നാക്ക് കൺട്രോൾ ഇല്ലാത്ത ആളാണെങ്കിൽ പിശാച് കയറും. അടുത്തിരിക്കുന്ന എടുത്ത് പറഞ്ഞ്, നാക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ പിശാച് കയറും. ചില ആളുകൾക്ക് എന്ത് പറയണമെന്ന് ലൈസൻസ് ഇല്ലാതെ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയും. അങ്ങനെ ദൈവത്തെ വേദനിപ്പിക്കും, ദൈവം ശത്രുവാകും. പിശാചിന് ഇടം കൊടുക്കും. വഴിയെ കാണുന്ന എല്ലാ പിശാചും ഇവിടെ കയറിയിരിക്കും. പിശാചിന് ഇടം കൊടുക്കരുത്. എഫേസ്യർ 4:27. പിശാചിന് ഇടം കൊടുക്കരുത്. ദൈവത്തെ ശത്രുവാക്കരുത്. കർത്താവിനെ ഓണർ ചെയ്യുക, വചനത്തെ ബഹുമാനിക്കുക, ദൈവത്തിൻ്റെ നന്മയും പ്രസാദവും സ്വന്തമാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ നീരസമാണ് അവർക്ക് ഉണ്ടായത്. ദൈവത്തിൻ്റെ ശത്രുതയാണ് അവർക്കുണ്ടായത്. ദൈവത്തിൻ്റെ പ്രസാദമല്ല, ദൈവത്തിൻ്റെ നീരസമാണ് ഉണ്ടായത്. അവർ ദൈവത്തിൻ്റെ ജനമാണ്,
ഇടയ്ക്കിടയ്ക്ക് യാഗം കഴിക്കും, ഇടയ്ക്കിടയ്ക്ക് ആരാധിക്കും, ഉത്സവങ്ങളെല്ലാം അവർ ആചരിക്കും, ഒക്കെ ചെയ്യും. പക്ഷേ ദൈവത്തോട് ശത്രുതയാണ്. മന്ന കിട്ടുന്നുണ്ട്, ഇറച്ചിയും കിട്ടുന്നുണ്ട്, മേഘം നടത്തുന്നുണ്ട്, അഗ്നിജ്വാല അവർക്ക് അഗ്നിസ്തംഭം വരെ നടത്തുന്നുണ്ട്, മോശ എന്നൊരു അഭിഷിക്തൻ അവരെ നടത്തുന്നുണ്ട്. എങ്കിലും സ്വഭാവം മാറിയിട്ടില്ല. ദൈവത്തിൻ്റെ ശത്രുത അവർക്ക് അപ്പോഴുമുണ്ട്. ചില ആളുകൾ ആരാധിക്കുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്, അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, ദർശനമുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും അപ്പോഴും അവരുടെ കയ്യിലിരിപ്പ് കാരണം ദൈവം അവർക്ക് ശത്രുവാണ്. അന്യഭാഷ പറയുന്നവരെല്ലാം വിശുദ്ധരാണെന്ന് വിചാരിക്കേണ്ട, ദർശനം കാണുന്നവരെല്ലാം വിശുദ്ധരാണെന്ന് വിചാരിക്കേണ്ട. അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ചില കൃപകൾ, ആത്മാവിൽ ദൈവം തരുന്ന ചില കൃപകൾ, ചില വരങ്ങൾ. എന്നാൽ ദൈവത്തോടുള്ള ശത്രുത ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സഹായവും ആശീർവാദവും കിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിനിടം കൊടുക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ എങ്ങനെ ദുഃഖിപ്പിക്കും? നമ്മൾ മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശു ഒരു ഭൂതത്തെ പുറത്താക്കിയപ്പോൾ, ആ മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ അവർ പറഞ്ഞു, ഇവൻ, എനിക്ക് തോന്നുന്നു 27-ാം വാക്യം, ഞാൻ ബേൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാരാകും. എനിക്കൊന്ന് 26-ലാണ് അവർ പറയുന്നത്, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസബേലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്ന്. 25-ഓ 26-ഓ? 25-ലേക്ക് വയ്ക്കുക. 24, അത് തന്നെ. അവിടെ പറയുന്നു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല. യേശു ചെയ്ത പ്രവൃത്തിയെ വളരെ നിസ്സാരപ്പെടുത്തുകയാണ്. യേശു കൊടുത്ത സൗഖ്യത്തെ വളരെ നിസ്സാരപ്പെടുത്തുകയാണ്. അവർ യേശുവിനെതിരെ സംസാരിച്ചു, യേശുവിൻ്റെ ആക്ടിവിറ്റിക്കെതിരെ സംസാരിച്ചു. കർത്താവ് പറയുന്നു, ഇത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണമാണ്, ഇത് ക്ഷമിക്കാത്ത പാപമാണ്. ഇവിടെ തന്നെ ഞാൻ പറയട്ടെ, ഇവിടെ ചില ദൈവമക്കൾ ആരാധിക്കുമ്പോൾ പലതരത്തിലുള്ള അനുഭവങ്ങൾ അവർക്കുണ്ടാകും. ചില ആളുകൾ ഇവിടെ നിൽക്കുന്നത് ആളുകൾക്ക് ജഡ്ജ്മെൻറ്റ് കൊടുക്കാനുമാണ്, എന്ന് പറഞ്ഞാൽ വിധി പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് പിശാചാണ്, ഇത് പരിശുദ്ധാത്മാവാണ് എന്ന് ഓരോരുത്തർക്കും മാർക്കിടാൻ വേണ്ടിയിട്ടാണ് ചിലർ നിൽക്കുന്നത്. സ്വന്തമായിട്ട് ആരാധിക്കാനല്ല നിൽക്കുന്നത്. ദൈവസന്നിധിയിൽ പല അനുഭവങ്ങൾ ദൈവമക്കൾക്കുണ്ടാകും. ചിലപ്പോൾ വീണേക്കാം, ചാടിയേക്കാം, പല അനുഭവങ്ങളുണ്ടാകും. അത് എന്താണെന്ന് മാർക്കിടാനും വിലയിരുത്താനും നിങ്ങൾ നിൽക്കണ്ട. അത് പിശാചായിക്കൊള്ളട്ടെ, അത് പരിശുദ്ധാത്മാവായിക്കൊള്ളട്ടെ, എന്തുമായിക്കോട്ടെ, നിങ്ങൾക്കറിയില്ല. പരിശുദ്ധാത്മാവിനെ പോലും പിശാച് എന്ന് പറയുന്ന ആളുകളുണ്ട്, പിശാചിനെ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ആളുകളുമുണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ചാടുന്നതെല്ലാം പിശാചെന്നും ചാടുന്നതെല്ലാം പരിശുദ്ധാത്മാവെന്നും വിചാരിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ ചിലപ്പോൾ താങ്ങാനാവാത്തത് കൊണ്ട് ശരീരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പൈശാചിക ശക്തികൾ വിട്ടുപോകുമ്പോഴും ചില അടയാളങ്ങൾ കാണിച്ചേക്കാം. കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ ചിലപ്പോൾ വലിച്ച് നിരത്തിട്ട് ഇഴച്ച് അത് പുറത്തു പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള അടയാളങ്ങൾ പലതും സംഭവിച്ചേക്കാം. അങ്ങനെ വിധിക്കാൻ ഇവിടെ നിൽക്കരുത്. ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ചില അനുഭവങ്ങൾ ഒരാൾക്കുണ്ടാകുമ്പോൾ ഒരുവൻ നോക്കിക്കൊണ്ട് നിന്നിട്ട് ഇത് പിശാചാണെന്ന് മനസ്സിൽ നിരൂപിക്കുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിനെതിരെ അപവാദം പറഞ്ഞു കഴിഞ്ഞു, ഒരു പാപം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് അടുത്തിരിക്കുന്നവരെ വിധിക്കരുത്. അതിനെ പറയുന്നു, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. അടുത്തിരിക്കുന്ന എടുത്തു പറഞ്ഞേ, വിധിക്കരുത്, വിധിക്കരുത്. നാക്ക് കൺട്രോൾ ഇല്ലാത്ത ആളുകൾ ആരെയും വിധിക്കും, ആരെയും വിധിക്കും. അവസാനം നമ്മൾ യെശയ്യാവ് 63:10 വായിച്ചതുപോലെ ദൈവം തന്നെ ശത്രുവായിരിക്കും. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കില്ല, തിരിഞ്ഞു നോക്കില്ല. കർത്താവേ അയ്യോ പറ്റിപ്പോയി, എന്നെ രക്ഷിക്കണമേ, കർത്താവ് തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് നാക്ക് വെച്ചുകൊണ്ട് നടക്കണം. എങ്ങനെ? മര്യാദയ്ക്ക് നാക്കും കൊണ്ട് നടക്കണം. തോന്നുന്നത് പോലെ സംസാരിക്കരുത്, തോന്നുന്നത് പോലെ വിധിക്കരുത്, തോന്നും പോലെ അതും ഇതും വിളിച്ചു പറയരുത്. മറ്റുള്ളവരെ വിധിക്കുവാൻ ദൈവം നമുക്ക് അവകാശം തന്നിട്ടില്ല. ആമേൻ. നമ്മെ താഴ്ത്താം, ദൈവ സന്നിധിയിൽ നമ്മെ താഴ്ത്താം, നമ്മെ സമർപ്പിക്കാം, നമുക്ക് ദൈവത്തെ ആരാധിക്കാം, നമ്മെ ശുദ്ധീകരിക്കാം. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. മറ്റുള്ളവരിൽ എന്തും സംഭവിച്ചോട്ടെ, അവർ നന്നാകട്ടെ, അവർ ദൈവത്തെ സ്തുതിക്കട്ടെ, അതിനായിട്ട് നിങ്ങളും ആഗ്രഹിപ്പൻ. ഒരാൾക്ക് പിശാച് എന്ന് പറയാൻ ചിലർക്ക് എന്ത് താല്പര്യമാണ്. ആരും പിശാച് ബാധിച്ചിരിക്കണമെന്ന് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരെയും പൂർണ്ണമായും വിടുവിച്ചെടുത്ത് അവരെ ശുദ്ധീകരിച്ച് ദൈവകൃപയിലാക്കുവാനാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ. ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അവരിലുള്ള ചില പൈശാചികമായ ക്രിയകളെ കർത്താവ് തകർക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടേക്കാം.
എന്നാൽ അത് കണ്ട് ഇത് പിശാചാണെന്ന് പറഞ്ഞ് വിലയിരുത്തരുത്, അവരെ ഒഴിവാക്കരുത്. ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുമ്പോഴാണ് ഒരു വിടുതൽ ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുമ്പോഴാണ് ഒരു വിടുതൽ ഉണ്ടാകുന്നത്. ആ വിടുതൽ ലഭിക്കുന്നത് അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ഈ രീതിയിൽ നിങ്ങൾ വിധിച്ചാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ദൈവം തന്നെ നിങ്ങളുടെ ശത്രുവാകുന്നു. നിങ്ങളുടെ സ്തുതികളും ദൈവത്തിന് വേണ്ട, നിങ്ങളുടെ പ്രാർത്ഥനകളും ദൈവത്തിന് വേണ്ട. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ആരാധനകൾ, സ്തുതി സ്തോത്രങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ളതായി തീരുവാനൊക്കെ നമ്മെ നാം സമർപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശത്രുതയുള്ളവരാണോ എങ്കിൽ മാനസാന്തരപ്പെടണം. കർത്താവേ, ഞാൻ അറിവില്ലായ്മയിൽ പലതും പറഞ്ഞു, അറിവില്ലായ്മയിൽ പലതും ചെയ്തു, അറിവില്ലായ്മയിൽ ഞാൻ നിസ്സാരത്വങ്ങൾ കാണിച്ചു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് തന്നെ സറണ്ടർ ആകണം. ഹല്ലേലൂയ. വീണ്ടും സൊല്യൂഷൻ ദൈവത്തിൻ്റെ പക്കലേ ഉള്ളൂ. ഇൻ കേസ് ദൈവത്തോട് ശത്രുത ഉണ്ടായെങ്കിലും സൊല്യൂഷൻ കർത്താവിൻ്റെ പാദത്തിൽ വീഴുന്നതല്ലാതെ വേറൊരു സൊല്യൂഷൻ ഇല്ല, വേറൊരു പരിഹാരമില്ല. കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷിക്കുന്ന ദൈവമക്കൾക്കെതിരെ അപവാദങ്ങൾ പറയരുത്. ദൈവനാമത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ, സഭകൾക്കെതിരെ, കൂട്ടായ്മകൾക്കെതിരെ, അഭിഷിക്തന്മാർക്കെതിരെ അപവാദങ്ങൾ പറയരുത്. അവരിൽ പാളിച്ചകൾ ഉണ്ടെങ്കിൽ ദൈവം അത് നോക്കിക്കൊള്ളട്ടെ, ദൈവം ന്യായം വിധിക്കട്ടെ, ദൈവം തക്കതായ ഫലത്തെ അവർക്ക് കൊടുക്കട്ടെ. വിധിക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ പറ്റുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളുക, ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കുക, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി കളയുക. ഹല്ലേലൂയ. അനാവശ്യമായ സംസാരങ്ങൾ ചിലരുടെ ജീവിതത്തെ ശപിക്കപ്പെട്ടതാക്കി മാറ്റുന്നു. അനാവശ്യമായി പറയുന്ന പരദൂഷണങ്ങൾ, പരിഹാസങ്ങൾ, ഇതെല്ലാം ചിലരെ ശാപത്തിലേക്ക് കൊണ്ടുപോകുന്നു, ദൈവത്തിൻ്റെ ശത്രുതയെ കൊണ്ടുവരുന്നു. ദൈവം നിനക്ക് ആയുസ്സും ആരോഗ്യവും നീട്ടിത്തന്നത് പരിഹസിക്കുവാനല്ല, അപവാദങ്ങൾ പറയുവാനല്ല, ഭയഭക്തിയോടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് ദൈവത്തെ ആരാധിക്കുവാനാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എന്തിനാണ് ആയുസ്സും ആരോഗ്യവും നീട്ടിത്തരുന്നത്? എന്തിനാണ്? കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവത്തിന് മഹത്വത്തെ കൊടുക്കുവാൻ. ആ ആയുസ്സും വെച്ച്, ജീവൻ വെച്ച് എന്തിനല്ല? പരിഹസിക്കുവാനല്ല. ദൈവം തൻ്റെ സ്വന്തം രൂപത്തിലും സ്വന്തം സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യരെ നിന്ദിക്കുവാനും തരം താഴ്ത്തുവാനും പരിഹസിക്കുവാനും ദുഷിക്കുവാനും അല്ല കർത്താവ് ആയുസ്സും ആരോഗ്യവും നീട്ടി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം ബുദ്ധിമാന്മാരായിട്ടും വലിയ വിശുദ്ധന്മാരായിട്ടും തോന്നിയേക്കാം, എങ്കിൽ അത് തന്നെ അബദ്ധമാണ്. മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരായി എണ്ണണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ആമേൻ. മറ്റുള്ളവർ എന്നെക്കാളും കൊള്ളാം എന്ന് വിചാരിക്കണം. ഞാൻ അവരെക്കാളും കൊള്ളാമെന്നല്ല, മറ്റുള്ളവർ എന്നെക്കാളും കൊള്ളാം എന്ന് വിചാരിക്കുക. ഹല്ലേലൂയ. സ്വയം നീതിമാനെന്ന് വിചാരിക്കുന്നവർക്ക് സ്വന്തം കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്വയം നീതിമാനെന്ന് വിചാരിക്കരുത്. യേശുവിൻ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു, ദൈവം മുൻപാകെ അങ്ങനെ ഒരു പ്രവേശനം നമുക്കുണ്ട്. എങ്കിലും നമ്മുടെ ചിന്താഗതിയിൽ സ്വയം നീതിമാനെന്ന് നീതീകരിക്കരുത്. നമ്മുടെ കുറവുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുവാൻ, കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുവാനൊക്കെ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. വചനത്തിൻ്റെ വെളിച്ചത്താൽ നമ്മെ വീണ്ടും വിശുദ്ധീകരിക്കുവാൻ, വചനത്തിൻ്റെ വെളിച്ചത്താൽ വീണ്ടും ഇരുട്ടുകൾ മാറിപ്പോകുവാനൊക്കെ നമ്മെ നാം വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. ഓക്കെ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ, ദൈവം തന്നെ ശത്രുവായി തീരുന്നു. പിന്നെ പ്രാർത്ഥന കേൾക്കില്ല, ഉള്ള അനുഗ്രഹം കുറഞ്ഞു തുടങ്ങും, അവസാനം ഒരു നന്മയും കാണില്ല. പരിശുദ്ധാത്മാവ് കുറച്ചു കാലം ദുഃഖത്തോടുകൂടി ഇരിക്കും, കുറച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവും കാണില്ല. പരിശുദ്ധാത്മാവ് വരുന്ന സ്ഥലത്ത് അശുദ്ധാത്മാവ് കയറിയിരിക്കും. പല ദൈവികമായ സംരക്ഷണം ഉണ്ടാകില്ല. ദൂതന്മാരുടെ കാവൽ തന്നിട്ടുണ്ടാകും, അതും നഷ്ടപ്പെട്ടു പോകും. ദൈവം തന്നിട്ടുള്ള എല്ലാ നന്മകളും, എല്ലാ പ്രൊട്ടക്ഷനും, ദൈവം തന്നിട്ടുള്ള എല്ലാ കൃപകളും ക്രമേണ ഇല്ലാതായി പോകും. 1 തെസ്സലോനിക്കർ 5:19 നമ്മൾ വായിച്ചത് അതാണ്. ആത്മാവിനെ കെടുക്കരുത്, ആത്മാവിനെ കെടുക്കരുത്. ഹല്ലേലൂയ. എഫേസ്യർ 4:30 വാക്യം അതും കൂടെ നമുക്ക് വായിക്കാം. എഫേസ്യർ 4:30. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എങ്ങനെ ദുഃഖിപ്പിക്കുന്നു? ദൈവത്തിൻ്റെ അഭിഷിക്തർക്കെതിരെ സംസാരിക്കുമ്പോൾ, ദൈവവചനത്തിനെതിരെ സംസാരിക്കുമ്പോൾ,
ദൈവമക്കൾക്കെതിരെ അനാവശ്യമായ സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, ദുഷിക്കുമ്പോൾ, പരദൂഷണങ്ങൾ പറയുമ്പോൾ, അത് കേട്ട് രസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ ജനം, ദൈവത്തെ സ്തുതിക്കുന്ന മക്കൾ തങ്ങളെ തന്നെ വളരെയധികം സൂക്ഷിക്കണം. ലോകത്തിൻ്റെ അശുദ്ധി നമ്മിൽ കയറുവാൻ പാടില്ല. പരിഹാസികളാകരുത്, പരദൂഷണങ്ങൾ പറയുന്നവരാകരുത്, നിന്ദിക്കുന്നവരും ദുഷിക്കുന്നവരും ആകരുത്. തന്നെത്താൻ താഴ്ത്തി ദൈവത്തെ സ്തുതിക്കുന്ന മക്കളായി ശോഭിക്കുക. സ്വയം വിശുദ്ധീകരിച്ച് എന്തെല്ലാം അശുദ്ധികളുണ്ടോ അത് കണ്ടുപിടിച്ച് വിശുദ്ധീകരിച്ച് കൊള്ളാകുന്ന മക്കളായി, കൃപാസനത്തിൻ്റെ മുൻപാകെ കൊള്ളാകുന്ന മക്കളായി നിൽക്കുവാൻ തക്കവണ്ണം ഒരുക്കുക. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെക്കുറിച്ച് ദുഃഖിപ്പാൻ ഇടവരരുത്. ദൈവം നമ്മെക്കുറിച്ച് ദുഃഖിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ദോഷമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ജനത്തെക്കുറിച്ച് ദുഃഖിക്കുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. അവിടെ കർത്താവ് പറയുകയാണ്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരുക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. ദൈവത്തിന് തൻ്റെ ജനത്തെക്കുറിച്ച് സന്തോഷമില്ല, ദുഃഖമാണ്. നോക്കുക, നാം ദൈവത്തിന് സന്തോഷത്തെ കൊണ്ടുവരുന്ന മക്കളാണോ, ബഹുമാനത്തെ കൊണ്ടുവരുന്ന മക്കളാണോ? അല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന മക്കളാണോ? ആരാധിച്ചാലും സ്തുതിച്ചാലും കാണിക്ക കൊടുത്താലും മാത്രം പോരാ. നമ്മുടെ ഓരോ ആക്ടിവിറ്റീസിലും സംസാരത്തിലും ചിന്തയിലും വിശുദ്ധി ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരെ തരം താഴ്ത്തുന്നത് തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പരിശുദ്ധാത്മാവിനെ അത് ദുഃഖിപ്പിക്കും. മറ്റുള്ളവരെ പുച്ഛിക്കുന്നത്, നിന്ദിക്കുന്നത്, അപമാനിക്കുന്നത് ഇതുതന്നെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും. അഭിഷേകത്തെ അത് ചോർത്തിക്കളയും, അത് തീയെ കെടുക്കും, ആത്മാവിനെ കെടുക്കും. അവസാനം ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ വിളക്ക് മാത്രം വെച്ചുകൊണ്ട് നിൽക്കും, എണ്ണയില്ലാത്ത വിളക്ക്. ബുദ്ധിയില്ലാത്ത കന്യകമാർ എന്ത് ചെയ്തു? വിളക്കെടുത്തു, എണ്ണ എടുത്തില്ല. എന്തുകൊണ്ട് എണ്ണ എടുത്തില്ല? എണ്ണ ഉണ്ടായിരുന്നു, പക്ഷെ തീർന്നുപോയി. എങ്ങനെ തീർന്നുപോയി? പരദൂഷണം, പരിഹാസം, അപവാദം, കെയർലെസ്നെസ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ഇടപെട്ട് എണ്ണ നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. തീ അവിടെ നിന്ന് തരും, പക്ഷെ എണ്ണ ഇവിടെ ഉണ്ടാക്കണം. എണ്ണ ഇവിടെ ഉണ്ടെങ്കിലേ തീ തന്നാൽ തീ കത്തുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തണമെങ്കിൽ എണ്ണ റെഡിയാക്കി വെക്കണം. എന്താണ് എണ്ണ? വിശുദ്ധീകരണം, ഒരുക്കം, പ്രാർത്ഥന, സ്തുതി, ഇതെല്ലാമാണ് എണ്ണ. എണ്ണയുണ്ടെങ്കിൽ തീ കത്തും. എണ്ണ ഇല്ലെങ്കിൽ തീ കത്തിച്ചാലും തീ കത്തില്ല, അത് കരിന്തിരിയായി പോകും. ഹല്ലേലൂയ. ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ വിളക്ക് മാത്രം പിടിച്ചുകൊണ്ടിരുന്നാൽ പോരാ. വിളക്കുണ്ട്, എന്തുണ്ട്? ആരാധനയുണ്ട്, കൂട്ടായ്മയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എണ്ണയില്ല, സ്വഭാവം മാറിയിട്ടില്ല, ഉള്ളം മാറിയിട്ടില്ല. അതുകൊണ്ട് എണ്ണയില്ല, അഭിഷേകമില്ല, വരവെങ്കിൽ എടുക്കപ്പെടാൻ പറ്റില്ല. കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കർത്താവ് പറയുന്നു, പലരും ആ നാളുകളിൽ എൻ്റെ അടുക്കൽ വന്ന് പുറത്തു നിന്ന് വാതിൽ മുട്ടിയിട്ട് പറയും, ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, നിന്നോടുകൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്തു, നീ ഞങ്ങളുടെ തെരുക്കളിൽ പഠിപ്പിച്ചു, എന്നെ നിനക്കറിയില്ലേ കർത്താവേ എന്ന് പലരും വന്ന് ചോദിക്കും. കർത്താവ് പറയും, എനിക്ക് നിങ്ങളെ അറിയില്ല. ഒരു കൂട്ടർ വന്ന് പറയും, ഞാൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, അത്ഭുതങ്ങൾ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, പല കാര്യങ്ങൾ ചെയ്തു. കർത്താവ് പറയും, എനിക്ക് നിന്നെ അറിയില്ല. ദൈവത്തെ ആരാധിച്ചിട്ട് സ്തുതിച്ചിട്ട് പുറമെ പല കാര്യങ്ങൾ ചെയ്തിട്ട് ദൈവത്തിന് അറിയില്ല എന്ന് പറയുന്ന ഒരു ഗതികേട് ഉണ്ടാകരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഓണർ ചെയ്യണം. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ഉള്ളിൽ സന്തോഷത്തോടുകൂടെ വാസം ചെയ്യുവാനുള്ള അവസരത്തെ ഒരുക്കണം. അതിന് വിശുദ്ധീകരണം വേണം. വചനമുണ്ടെങ്കിലേ വിശുദ്ധീകരണം ഉണ്ടാവുകയുള്ളൂ. വചനം വേണം, അതിനാലുള്ള വിശുദ്ധീകരണം വേണം, ആരാധന വേണം, കൂട്ടായ്മ വേണം, പ്രാർത്ഥന വേണം, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകണം. ഹല്ലേലൂയ. അപ്പോൾ ഒരു വിശുദ്ധീകരണം ഉണ്ടാകും, അപ്പോൾ ഒരു സമർപ്പണം ഉണ്ടാകും. എത്ര പേർ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കണമെന്ന്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കണമെങ്കിൽ അതിനുള്ള ഒരുക്കം നമ്മൾ ഒരുക്കണം. നമ്മുടെ നിസ്സാരപ്പെട്ട സംസാരങ്ങൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കും.
നിസ്സാരപ്പെട്ട വാക്കുകൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കും. ദൈവം തന്നെ അശുദ്ധാത്മാവിനെ അയക്കും. ശൗലിനെ നോക്കുക. ശൗൽ അനുസരണക്കേട് കാണിച്ചപ്പോൾ പിശാചിനെ അയച്ചത് ആരെന്നറിയാമോ? ദുരാത്മാവിനെ അയച്ചത് ആരെന്നറിയാമോ? അത് സ്വന്തമായി വന്ന് കയറിയതല്ല, ദൈവം അയച്ചിട്ടൊരു ദുരാത്മാവ് അവൻ്റെ മേൽ വന്നു. എന്തിനാണ് വന്നത്? അവനെ ടോർമെന്റ് ചെയ്യുവാൻ, അവനെ ഉപദ്രവിക്കുവാൻ. ചില ആത്മാക്കൾ വരുമ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥത നഷ്ടപ്പെടും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സ്വസ്ഥത നഷ്ടപ്പെടില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ വിടുതലുണ്ടാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ സൗഖ്യമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ ആരാധനയുണ്ട്. പക്ഷേ അശുദ്ധാത്മാവ് വരുന്നിടത്ത് സമാധാനം നഷ്ടപ്പെടും, സ്വസ്ഥത നഷ്ടപ്പെടും, നഷ്ടം, കഷ്ടം, തിന്മ, ധാരാളം പ്രതികൂലങ്ങൾ അവിടെ ഉണ്ടാകും. ശൗലിൻ്റെ മേൽ ദൈവം അയച്ചൊരു ദുരാത്മാവ് വന്നു. കാരണം അവൻ്റെ അനുസരണക്കേടാണ്. അവൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. അവൻ അസ്വസ്ഥനാവുകയാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് വയലൻ്റ് ആവുകയാണ്. എന്താകുന്നു? ഇടയ്ക്കിടയ്ക്ക് അവന് തന്നെ ഒരു കൺട്രോളില്ല. ദാവീദിനെ കണ്ടാൽ കുന്തമെടുത്തെറിയും. അതെങ്ങനെ? സ്വന്തം ബുദ്ധിയിലല്ല, അശുദ്ധാത്മാവ് വന്നിട്ടാണ്. പിശാച് വന്നാൽ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിൽ പ്രവർത്തിക്കില്ല. നിങ്ങൾ അതിൻ്റെ സ്വാധീനത്തിലായി നിങ്ങൾക്കിഷ്ടമില്ലാത്തത് നിങ്ങൾ പ്രവർത്തിക്കും. നിങ്ങൾക്കിഷ്ടമില്ലാത്ത അശുദ്ധി നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ദൈവമയച്ചൊരു ദുരാത്മാവ് നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്. ശൗലിൻ്റെ മേൽ ദൈവമയച്ചൊരു ദുരാത്മാവ് വന്നതുപോലെ ചില ദുരാത്മാക്കൾക്ക് നിങ്ങൾ ഇടം കൊടുത്തതുകൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമില്ലാത്തത് നിങ്ങൾ ചെയ്യുന്നു. അയ്യോ, എനിക്കിത് ചെയ്യാൻ ഇഷ്ടമില്ല, പക്ഷെ ഞാൻ ഇത് ചെയ്തു പോകുന്നു. ദൈവമയച്ചൊരു ദുരാത്മാവ് നിങ്ങളെ പീഡിപ്പിക്കുകയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയും. ആദ്യം പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കുവാൻ പഠിച്ചാൽ ആ ഉപദ്രവത്തിൽ നിന്നും നിനക്ക് പുറത്തു വരുവാൻ കഴിയും. ദൈവം തരുന്ന പരിശുദ്ധാത്മാവിനെ പരിപാലിക്കുവാൻ പഠിച്ചാൽ, ദൈവം തരുന്ന പരിശുദ്ധാത്മാവിനെ ആദരിക്കുവാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുവാനും പഠിച്ചാൽ ആ ദുരാത്മാവിൻ്റെ ഉപദ്രവം മാറിപ്പോകും. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി നാം മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന മക്കൾ വളരെ ശ്രദ്ധയോടുകൂടെ അവർ ജീവിക്കണം. നാവിനെ വളരെയധികം ശ്രദ്ധിക്കണം. അനാവശ്യമായ രീതിയിൽ സംസാരിക്കരുത്. അനാവശ്യമായ സ്ഥലത്ത് പോകരുത്. അനാവശ്യമായ പ്രവൃത്തികൾ ഒഴിവാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിന് ഇഷ്ടപ്പെടുന്ന ഒരു സമർപ്പണം, ഒരു രൂപാന്തരം, ഒരു വിശുദ്ധീകരണം ഉണ്ടായെങ്കിൽ പരിശുദ്ധാത്മാവ് സന്തോഷിക്കും, പരിശുദ്ധാത്മാവ് ആനന്ദിക്കും. യെശയ്യാപ്രവാചകൻ പറയുകയാണ്, ആകാശമേ കേൾക്ക. ദൈവം തൻ്റെ ദുഃഖം പറയുകയാണ്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരുക. ഞാൻ മക്കളെ പോറ്റി വളർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് ആവശ്യമുള്ള വചനങ്ങളെ കൊടുത്തു. അവരെ വഴി നടത്തുവാൻ ആവശ്യമുള്ള പ്രവാചകന്മാരെ കൊടുത്തു. അവരെ വഴി നടത്തുവാൻ ആവശ്യമായിട്ടുള്ള അഭിഷിക്തരെ കൊടുത്തു. അവർക്ക് ആവശ്യമുള്ള വചനങ്ങൾ, അവർക്ക് ആവശ്യമുള്ള നന്മകൾ ഒക്കെ ഞാൻ കൊടുത്തു. പക്ഷേ അവർ എന്നോട് മത്സരിച്ചിരിക്കുന്നു. 3-ാം വാക്യത്തിൽ, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നുമില്ല. കഴുതയ്ക്ക് യജമാനൻ്റെ പുൽത്തൊട്ടി അറിയാം, കാളയ്ക്ക് തൻ്റെ ഉടയവനെ അറിയാം. പക്ഷെ എൻ്റെ ജനത്തിന് എന്നെ അറിയില്ല. എൻ്റെ ജനം അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നില്ല. ദൈവം വേദനിക്കുന്ന ഒരു കാര്യം, ജനം ഗ്രഹിക്കുന്നില്ല, അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഇതിലാണ് ദൈവം വേദനിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ വചനം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഗ്രഹിക്കണം, ശ്രദ്ധിക്കണം, വചനം ഏറ്റെടുക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്നു.